ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മൈദാമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പ് മിക്സ് ചെയ്തതാണ്. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് നല്ലപോലെ ഒരു പാകമാവുന്നിടം വരെ കുഴച്ചെടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലൊന്ന് പുരട്ടി കൊടുക്കുക. നല്ലതുപോലെ ഓയിൽ എല്ലായിടവും പുരട്ടി കൊടുത്ത ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. മാവെല്ലാം ഒരു റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് ഓരോ ചെറിയ ബോളാക്കി എടുക്കാം. ഒരു പത്തിരിക്കുള്ള വലിപ്പത്തിനുള്ള ബോളാക്കി എടുക്കാം. ബോളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പത്തിരിപ്പലയിൽ വെച്ച് നല്ലതുപോലെ പരത്തി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തൂക്കാം. എല്ലായിടവും ഒന്ന് ആകുന്ന വിധത്തിൽ തൂത്ത് കൊടുക്കുക. എന്നിട്ട് അത് 4 സൈഡും മടക്കി വയ്ക്കാം. ഇങ്ങനെ എല്ലാ ബോളും ഇങ്ങനെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അത് ഓരോന്നായിട്ട് എടുത്ത് പരത്താം. ഇത് ചതുരപ്പത്തിരിയാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചപ്പാത്തി ചുടാനുള്ള പാൻ അടുപ്പിൽ വെച്ചു. ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. ശകലം ഓയിൽ തൂകി കൊടുത്തതിന് ശേഷം മറിച്ചിടാം. ആ ഭാഗത്തും ഇച്ചിരി ഓയിൽ തൂകി കൊടുക്കാം. ഇത് നല്ലതുപോലെ മുരിച്ചെടുക്കാം, തിരിച്ചും മറിച്ചും ഇട്ട്. ഇത് പത്തിരിപ്പലയെ വെച്ചൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെയെല്ലാം ചുട്ടെടുക്കാം. ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിനിടയ്ക്ക് കറി റെഡിയാക്കിയിട്ടുണ്ട്. പത്തിരിയും കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറിയും പത്തിരിയും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇനി ഇച്ചിരി കുപ്പികളെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണമായിരുന്നേ. ആ ഒരു ജോലിയും കൂടെ ഒതുക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.